പുഷ്പൻ ഇന്നലെ നമ്മൾ വിട്ടുപിരിഞ്ഞതോടുകൂടി വലിയൊരു ശൂന്യതയാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. നമ്മളെ നാടിൻ്റെ ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ നമ്മളൊരു ആവേശമായിരുന്നു പുഷ്പൻ. നമ്മുടെ നാട്ടിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പുഷ്പൻ്റെ അടുത്ത് നമ്മൾ ഓടിയെത്തും. കാരണം എന്താണ് പുഷ്പൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്ന് ചോദിച്ചറിയാൻ. അതാണ് നമുക്ക് മുന്നോട്ടുള്ളൊരു ഊർജ്ജമായി മാറുക. പുഷ്പൻ്റെ അഭിപ്രായവും കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തക്കോ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകൾക്കോ അപ്പുറത്തായിരിക്കും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പുഷ്പനുണ്ടാകുന്ന അഭിപ്രായം. അത് യാഥാർത്ഥ്യമായിരിക്കും, അതൊരു കൃത്യതയുള്ളതുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ നാട്ടിലെ പൊതുപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ പുഷ്പനുമായി ബന്ധപ്പെട്ട് സംവദിക്കാനും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ മുറിയിൽ ഇപ്പം കയറുമ്പോൾ വലിയ പ്രയാസമുണ്ട്. എന്നും നമ്മൾ ഇവിടെ ഒത്തുകൂടി ഒരു റൂമിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പുഷ്പൻ ഒരു കൊല്ലക്കണക്കായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. ഒരു വേദന സംഭവം നമുക്ക് വേറെ പറയുന്നില്ല. പുഷ്പൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ നേരം 4 മാസം നമ്മളൊപ്പരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണ് ആശുപത്രിയില്ല. എന്താണ് പുഷ്പേട്ടനെ സ്ഥിരമായി വിളിക്കുകയും കാണുകയും ചെയ്തിരുന്ന ഒരാളാണ്. പുഷ്പേട്ടന് ഒരുപാട് ആളുകളുണ്ടെങ്കിലും പുഷ്പേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായില്ല. അത് ഒരാൾ നമ്മളാണ്. പക്ഷേ എങ്കിൽ ആത്മബന്ധം പുലർത്തിയ ഒരുപാട് പേരുണ്ട് പുഷ്പേട്ടൻ്റെ ജീവിതത്തിൽ. പുഷ്പേട്ടനെ എപ്പോൾ വന്നാലും ഒരു ചിരിച്ച മുഖത്തോടല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കും അവരെ കാണാൻ വേണ്ടി പറ്റില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ അവരെ നമ്മളോട് ഉള്ള സ്നേഹം. നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം ഇത്രയും വർഷം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ആത്മബന്ധമുള്ള ഒരാളാണ്.